എല്ലാവർക്കും നമസ്കാരം. ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത് വളരെ നാളുകൊണ്ട് ആലോചിക്കുന്നൊരു വിഷയമാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവരും അല്ലെങ്കിൽ മറ്റുള്ളവരെങ്ങനെയാണ് വിലയിരുത്തുന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലൊരു കാര്യം പൊതുസമൂഹമായിട്ട് പങ്കുവയ്ക്കേണ്ടതാണ് എന്നൊരു ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. നമ്മുടെ സാക്ഷര കേരളവും അതുപോലെ തന്നെ സാംസ്കാരിക കേരളവും ഒക്കെ നമ്മൾ വളരെ ഊറ്റം കൊണ്ട് പറയാറുണ്ട്. പക്ഷെ അതിനെവിടേക്കോ ചില അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലുകൊണ്ട് എനിക്കുണ്ട്. ഒരാശങ്കയാണ് എനിക്കത്. വളർന്നു വരുന്ന പുതുതലമുറ ഒരു ദുരന്തത്തിലേക്കാണോ സഞ്ചരിക്കുന്നതെന്നുള്ള ഒരു ഭയവും എനിക്കില്ലാതില്ല. ഇത് കുറച്ച് വ്യക്തമായിട്ടൊക്കെ പറയാനായിട്ടാണ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സ്പോൺസർഷിപ്പോട് കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ട് ഈ മദ്യം വിൽക്കുന്നതിലൂടെ കിട്ടുന്ന വരുമാനമാണ് എന്ന് ഒരു പൊതുധാരണ പ്രചാരത്തിലുണ്ട്. അതിൻ്റെ വസ്തുതാപരമായ കണക്കുകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ പൊതുവരുമാനം കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തെ അപ്പാടെ, ഒരു വളർന്നു വരുന്നൊരു പുതുതലമുറയെ അപ്പാടെ ഒരു ക്യാൻസർ പോലെ ബാധിക്കുന്ന ഒരു വ്യവസ്ഥിതി കൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിലെ സർക്കാർ സ്പോൺസർഷിപ്പിൽ മദ്യവ്യാപാരം വളരെ തകൃതിയായിട്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, ഞാൻ താമസിക്കുന്ന പ്രദേശത്തിനടുത്ത് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരത്തിൽ 2 ബാറുകൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഏകദേശം 297 പുതിയ ബാറുകൾ കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട 2 ബാറുകൾ എൻ്റെ വീടിനടുത്തുള്ള ഈ 2 ബാറുകൾക്ക് നടുവിലായിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പ്രദേശം ഒരു ഗ്രാമപഞ്ചായത്താണ്. സാധാരണ ആളുകളാണ് കൂടുതലുള്ളത്. പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് അതിലേറെയും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്നവരുണ്ട്, കക്കാവരി ജീവിക്കുന്നവരുണ്ട്, അങ്ങനെ വിവിധ തൊഴിലുറപ്പുകാരുണ്ട്. ഇവരൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ഈ അടുത്ത ദിവസം കേട്ടൊരു വാർത്തയാണ് എന്നെ വല്ലാതെ ആകർഷിച്ചതും അത്ഭുതപ്പെടുത്തിയത്. പുതിയൊരു ബാറ്, ഒരു ബാറല്ല 2 ബാറുകൾ ഓപ്പൺ ചെയ്തതിൽ ഒരു ബാറിൽ നിന്നുള്ള ഒരു അനൗൺസ്മെൻറ്റ്, ആ ബാറിൽ കയറി 100 മില്ലി ലിറ്റർ വിദേശ മദ്യം വാങ്ങിച്ചാൽ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. ഓഫർ എന്ന് പറയുന്നത് 50 മില്ലിയോ 100 മില്ലിയോ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരാൾ 100 രൂപ കൊടുത്ത് മദ്യം കുടിക്കുന്നുവെങ്കിൽ 200 രൂപയ്ക്ക് കുടിച്ചാൽ 400 രൂപയുടെ എഫക്റ്റ് കിട്ടുന്ന ഒരു ഓഫറാണ്. സാധാരണ കടയിൽ നമ്മൾ ഓണം വരുമ്പോൾ ഈ വസ്ത്രവ്യാപാരികളും അതുപോലെ തന്നെ ഹോം അപ്ലയൻസും ഒക്കെ തന്നെ ഒരുപാട് ഓഫറുകൾ വയ്ക്കാറുണ്ട് അവരുടെ സെയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അതുപോലെ തന്നെ 10,000 രൂപ വിലയുള്ള ടി വിക്ക് 6,000 രൂപ, ഫ്രിഡ്ജിന്, അതുപോലെ തന്നെ ഓവന്, AC, ഇങ്ങനെ നിരവധി സാമഗ്രികൾ അവർ ഓഫർ വയ്ക്കാറുണ്ട്. ഈ ഓഫറിൻ്റെ പിന്നാമ്പുറത്തുള്ള രഹസ്യത്തെക്കുറിച്ചൊന്നും വാങ്ങിക്കുന്നവർക്കോ ഉപഭോക്താക്കൾക്ക് അറിയില്ല. അവർ ആ ഓഫറുമായി ബന്ധപ്പെട്ട് പോയി തങ്ങളുടെ വീട്ടിലേക്ക് ഒരു സാമഗ്രി എന്തെങ്കിലും വാങ്ങിക്കണം എന്നുള്ളതുകൊണ്ട് അവർ വാങ്ങിക്കാറുമുണ്ട്. അതൊക്കെ സാമ്പത്തികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ പിന്നെ കൂടുതലോ കുറവോ ഉണ്ടാകാം എന്നതിനപ്പുറത്ത് വേറൊരു ഇതില്ലായിരുന്നു. പക്ഷേ മദ്യം അങ്ങനെയല്ല. 100 ml മദ്യം വാങ്ങിച്ച് കുടിക്കുന്ന ഒരാളിന് 50 ml 100 ml സൗജന്യമായി കൂടി കിട്ടുക എന്ന് പറയുമ്പോൾ അയാൾ ഉപയോഗിക്കുന്ന മദ്യത്തിൻ്റെ ഇരട്ടിയിലേക്ക് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും അതിലൂടെ ആ ഉപയോഗിക്കുന്ന ആളിലേക്ക് മദ്യത്തിൻ്റെ ആസക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന
ഒരു ബിസിനസ് തന്ത്രമാണ്. ഇത് സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയിട്ടും താല്പര്യത്തോടു കൂടിയിട്ടാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. പുതിയ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിനുള്ള അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ലിബറലൈസ് ചെയ്ത് അത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നാട്ടിൻപുറത്ത് ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഇടങ്ങളിൽ ഇത്തരത്തിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കൂട്ടിക്കൊണ്ടുവരുന്നു. ഇതിലൂടെ എന്താ സംഭവിക്കുന്നത്? വിദ്യാസമ്പന്നരായിട്ടുള്ള പുതുതലമുറ ഇത്തരം മാർഗങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ആകർഷകരാകുന്നു. അതിലൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ സാധ്യത അവർക്ക് ലഭിക്കുന്നില്ല. അപ്പം വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ ഒരു തൊഴിൽ തേടി പോകാനായിട്ട് അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരം യുവതലമുറ ഇവിടെ ഇപ്പം ധാരാളമുണ്ട്. ഞാനൊരു കാര്യം ഇതിനിടയിൽ കയറി എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ ക്രൈം നമ്മുടെ കേരളത്തിൽ കൂടുന്നുണ്ട്. ഈ കുറ്റവാസന കൂടുന്നതിനകത്ത് കുറ്റവാസനയിൽ ഉൾപ്പെടുന്നത് ഏറെയും 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള യുവതലമുറയാണ്. അതൊരു വളരെ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവരിലേക്ക് ഇത്തരം ഒരു വാസന വരുന്നതിന് മദ്യം ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ യുവതലമുറയും അടച്ചു പറയാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, അടച്ചല്ല പറയുന്നത്. പക്ഷേ ഒരു ചെറിയ പക്ഷം ഇത്തരത്തിൽ ചില സംവിധാനങ്ങളോട് കൂടുതൽ ആസക്തി കാണിക്കുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഈ മദ്യ ഉപഭോഗത്തിന് കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന തരത്തിൽ മദ്യവ്യവസായികൾ, മദ്യമുതലാളികൾ ഇത്തരത്തിലുള്ള ആകർഷണീയമായിട്ടുള്ള ഓഫറുകൾ മുമ്പോട്ട് അനൗൺസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് യുവതലമുറ ആകർഷകരാകുന്നുണ്ട് എങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണെന്ന വ്യാജേനയാണ് ഇത്തരത്തിലുള്ള വരുമാന മാർഗം കൂടിയേ തീരൂ എന്ന ഒരവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിക്കേണ്ടത്. ഇത്തരം മദ്യോപഭോഗത്തിലൂടെ ഏതെങ്കിലും കുറ്റവാസനയിൽ ഏർപ്പെടുന്ന ഒരു യുവതലമുറയിൽപ്പെട്ട ആരെങ്കിലും അവരെ ആശ്രയിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ഒരു വേദനയും ഒരു ദുരിതവും ദുരന്തവും ഭയാനകമാണ് എന്ന് പറയാതിരിക്കാനും വയ്യ. ഇവിടെ നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ പൗരന്മാരുടെയും പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഓരോ പൗരന്മാരും അവർ സുരക്ഷിതരായിരിക്കാനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കാനും കഴിയുന്ന തരത്തിൽ ജീവിക്കാൻ കഴിയണം. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രത്തിലോ ചിലപ്പോഴെങ്കിലും വ്യക്തികളെ മാനിച്ചുകൊണ്ടോ അവരെ തെരഞ്ഞെടുത്തൊരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിന് തിരിച്ച് ഒരു ഇച്ഛാശക്തിയും അതുപോലെ തന്നെ ഈ സമൂഹത്തിനൊരു പ്രതിബദ്ധതയും ഉണ്ടാകുന്നില്ല. അതാണ് ജനാധിപത്യത്തിൽ ഇപ്പോൾ നമ്മൾ ഇത്തരം ദുരന്തങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും ഇടവന്നിട്ടുള്ളതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കുടുംബങ്ങൾ അനാഥമാകുകയും അവർ സാമ്പത്തിക ദുരിതത്തിൽ ആഴ്ന്നു പോവുകയും രോഗാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്ന അതിഭീകരമായ ഒരു രാക്ഷസനെ പോലെ മദ്യത്തെ വളർത്തിക്കൊണ്ടുവരികയാണ് നമ്മുടെ കേരളത്തിൽ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുകൾ. രണ്ട് കൂട്ടരും അത് തന്നെയാണ് ചെയ്തത്. അതിൽ ഏറ്റക്കുറച്ചിലുണ്ടാകാം, എന്നിരുന്നാൽ പോലും ഈ പ്രവണതയും പ്രവൃത്തിയും ഒന്ന് തന്നെ. അതുകൊണ്ട് സാംസ്കാരിക ബോധത്തോടെ ജീവിക്കുന്ന ഈ സമൂഹത്തെ ഭയമില്ലാതെ സന്തോഷത്തോടും സന്തുഷ്ടിയോടും കൂടിയിട്ട് സംതൃപ്തിയോടും കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ കുടുംബങ്ങളിലെ സ്ത്രീകൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ഇതിന് ഇത്തരത്തിലുള്ള സാമൂഹിക ദ്രോഹപരമായിട്ടുള്ള വിരുദ്ധമായിട്ടുള്ള ഈ മദ്യ ഉൽപ്പാദനവും വിപണനവും ഉപഭോഗവും കൂട്ടിക്കൊണ്ടുവരുന്ന പ്രക്രിയയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറ ഒരു ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് മാറും. ഒരാൾക്കും സ്വസ്ഥമായും സ്വതന്ത്രമായും നമ്മുടെ സമൂഹത്തിലൂടെ സഞ്ചരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം വരുമെന്ന കാര്യത്തിൽ അങ്ങേയറ്റം
ഭയത്തോടെ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നുള്ളൂ. അപ്പം ഞാനീ പറഞ്ഞത്, ഈ ഓഫറിൻ്റെ പേരിൽ ഞാൻ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ പുതിയതായി തുറന്ന ഈ ബാറുകളുടെ ഇത്തരത്തിലുള്ളൊരു സംവിധാനത്തിൽ പെട്ടിട്ട് ചില പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ അതീവ ഗുരുതരമാകാൻ സാധ്യത ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷേ എങ്കിലും ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് അതെത്തിയത്. അതിന് കൂടുതൽ വളരാനാണ് സാധ്യത എന്നാണ് ഞാൻ ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് പൊതുസമൂഹമായിട്ട് ഇത്തരത്തിലൊരു വിഷയം പങ്കുവയ്ക്കാൻ വെച്ചത്. അപ്പോൾ ബാർ ലൈസൻസ് എടുക്കുമ്പോൾ ആ ബാർ ലൈസൻസിലൂടെ കോടികളുടെ വിൽപ്പന ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതിന് വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടിയിട്ട് മുടക്കുന്ന റിയലായിട്ടുള്ള ചിലവും, പിന്നീട് ഇത് സൂത്രത്തിൽ വളരെ വേഗത്തിലും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടാണെങ്കിൽ പോലും ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുടക്കുന്ന പണമെല്ലാം ഈ സംവിധാനത്തിൽ നിന്നും അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് സമ്പാദിക്കാം എന്നുള്ളത് കൊണ്ടാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. എല്ലാ ആളുകൾക്കും ആ മേഖലയിൽ ചെല്ലാൻ പറ്റില്ലെങ്കിലും, ഈ സ്ഥാപനം തുടങ്ങാൻ കഴിയില്ലെങ്കിൽ പോലും മദ്യം ഉപയോഗിക്കണമെന്ന് തോന്നുന്ന ആളുകൾക്കെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമായി തീരേണ്ട ഒരു ഗതികെട്ട അവസ്ഥ കേരളത്തിൽ വളരെ സജീവമാണ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ബഹുമാന്യരായിട്ടുള്ള വീട്ടമ്മമാർ, സഹോദരിമാർ ഈ പ്രവണതയെ കൂടുതൽ ഇനി വളരാൻ അനുവദിക്കുന്ന തരത്തിലേക്ക് നിശബ്ദമായിരുന്നാൽ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പേരിൽ അവർ കാണിക്കുന്നതിനോട് നമ്മൾ ചേർന്ന് നിന്നാൽ, നിങ്ങളുടെ മക്കളോ ഭർത്താവോ സഹോദരനോ അതുപോലെ തന്നെ അത് വരും തലമുറയിലെ ഈ വ്യാപനം അതിശക്തമായി കൂടും. അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇതിനെ കാണണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മദ്യം നമുക്കൊരു കാരണവശാലും ഒരു മനുഷ്യനും ആവശ്യമില്ലാത്തതാണ്. അത്യധ്വാനം ചെയ്യുന്നവർ മദ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിയുമെന്ന് പറയുന്ന വ്യാജമായിട്ടുള്ള പ്രചരണമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരേ രീതിയിലുള്ള തൊഴിലുകൾ സ്ത്രീയും പുരുഷനും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സ്ത്രീ ആ കടുത്ത അധ്വാനഭാരം കൂടിയിട്ടുള്ള തൊഴിൽ ചെയ്തിട്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ ജോലി കൂടി ചെയ്തിട്ടാണ് ഏതെങ്കിലും സമയത്ത് കിടന്നുറങ്ങാൻ തയ്യാറാണ്. അവരിൽ ഈ ശരീരവേദനയുടെ ഭാഗം പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അവർ മദ്യപിക്കാറില്ല. എന്നാൽ അതേ തൊഴിൽ ചെയ്ത പുരുഷൻ ആ തൊഴിൽ കഴിഞ്ഞാൽ പൂർണ്ണമായും സ്വതന്ത്രനായിട്ട് കൂടി അദ്ദേഹത്തിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് മദ്യം ആവശ്യമാണ് എന്ന് പറയുന്നൊരു പ്രവണതയും വളർന്ന് വന്നിട്ടുണ്ട്. ഇത് സ്ത്രീകൾ വിചാരിച്ചാൽ മാത്രമേ ഇതിൻ്റെ ആരാണെങ്കിലും ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമ്പോൾ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് അത്തരം ആളുകൾക്കുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ നമ്മൾ വരും തലമുറ വല്ലാത്ത സർവനാശത്തിലേക്ക് മാറുകയും അതീവ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൂടുകയും ചെയ്യും എന്നുള്ള ആശങ്കയാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.